ഹായ്. നമ്മൾ സംസാരിക്കുന്നൊരു വിഷയമെന്ന് വെച്ചാൽ ഫാമിലി കൗൺസിലിംഗ് അല്ലെങ്കിൽ മാരേജ് കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഫോർ എ സെൽഫ് എംപവർമെൻറ്റ് എന്നുള്ളത്. ഇപ്പോൾ പല ഫാമിലീസിലും അല്ലെങ്കിൽ മാരേജിലും വരുന്നൊരു പ്രശ്നമാണ്. അതായത് സംതിങ് മാരേജ് ഇഷ്യൂ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഒരുപാട് വഴക്കും ബഹളവും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയും ഫ്രണ്ട്സും വന്ന് ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എത്ര നാൾ മീൻസ് മാസങ്ങളും വർഷങ്ങളും എടുത്ത് വീണ്ടും വീണ്ടും ഫാമിലി ഫ്രണ്ട്സൊക്കെ ഇടപെട്ട് ഒരുപാട് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും ട്രൈ ചെയ്യുമ്പോഴും വർഷങ്ങൾ കഴിഞ്ഞാലും ഈ പ്രശ്നമൊന്നും അവിടെ അവസാനിക്കുന്നില്ല. പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു അൺപ്രൊഫഷണൽ സെറ്റിംഗ് ആകുമ്പോൾ, അതായത് ഒരു ഫ്രണ്ട്സ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൽ നിന്ന് കിട്ടുന്ന ഒരു ഹെൽപ്പ് ആകുമ്പോൾ അവർ അവിടെ നോക്കുന്നത് എന്താണ് പ്രശ്നമെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇവിടെ ഒരു ഇൻഡിവിജ്വൽ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഒരു അൺപ്രൊഫഷണൽ സെറ്റിങ്ങിൽ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ എംപവർമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂ വർഷങ്ങളോളം നീണ്ടുപോകും. കാരണം ഒന്ന് കഴിയുമ്പോൾ പ്രശ്നം മറ്റൊന്നായിരിക്കും, അത് കഴിയുമ്പോൾ പ്രശ്നം മറ്റൊന്നായിരിക്കും, അടുത്ത വർഷം പ്രശ്നം മറ്റൊന്നായിരിക്കും. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈയിങ് ദി ഇഷ്യൂ ആൻഡ് ട്രൈങ് ടു സോൾവ് ദി ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഒരിക്കലും നടക്കില്ല. കാരണം വെച്ചാൽ ഇൻഡിവിജ്വൽസ് എംപവേർഡ് അല്ലാത്തിടത്തോളം ഈ ഇഷ്യൂ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയാണ് തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ, ഒരു പ്രൊഫഷണൽ കൗൺസിലിങ്ങിലാണ് ഈ ഒരു മാരേജ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ എന്താണെന്ന് മനസ്സിലാക്കാനും ആ വ്യക്തിയെ പല രീതിയിൽ എംപവർ ചെയ്യാനും അതേപോലെ തന്നെ മേ ബി ആ വ്യക്തിയുടെ ഇന്നർ വോയിസസ് എന്താണെന്ന് മനസ്സിലാക്കാനും, അതേപോലെ ഇപ്പോൾ CBT പോലുള്ള തെറാപ്പീസ് ഉണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അത് സെൽഫ് എംപവർമെൻറ്റിന് വേണ്ടിയുള്ള തെറാപ്പിയാണ്. അതേപോലെ ഇൻസൈറ്റ് തെറാപ്പി ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആ വ്യക്തിനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയും ഹാപ്പി ആയിട്ടുള്ളൊരു വ്യക്തിയും ആക്കി കഴിയുമ്പോൾ ഈ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ മാരേജ് ഇഷ്യൂസ് അതിനൊരു എൻഡ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫാമിലിയിലെ ഇൻഡിവിജ്വൽസ് അവരെ തന്നെ സെൽഫായിട്ട് ടേക്ക് കെയർ ചെയ്യാനും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യാനും പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെ അവിടെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാനും മാരേജ് റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ, കാരണം ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ല, വീണ്ടും പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഫാമിലി കൗൺസിലിംഗ് അല്ലെങ്കിൽ മാരേജ് കൗൺസിലിംഗ് തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഒരു സെൽഫ് എംപവർമെൻറ്റിലൂടെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു.